എന്താ രജിഷ്ക പരിപാടി എന്ന് പറഞ്ഞാലേ ഈ പെടപ്രാവാണ് നമ്മൾ കൂട്ടത്തിലിടുമ്പോ അവരുടെ ചവിട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മുട്ടടുണ്ട്. നമ്മൾക്ക് ഇത് അറിയണില്ല, നമ്മള് മുട്ടെടുത്ത് കളയാണ്. അപ്പൊ ഒരു പ്രാവശ്യം മുട്ടെടുത്ത് കളഞ്ഞാൽ വീണ്ടും മുട്ടിടും. അപ്പൊ വീണ്ടും മുട്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് കളയും. അത് നമ്മൾ ചെയ്യണ തന്നെ വെട്ടിത്തരാണ്. നെറ്റ് കൂട്ടിലാണെങ്കിൽ മുട്ട അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ, മുട്ടയുടെ മേലെ അവര് കിടക്കും. കിടന്നിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തോട്ടെ. നമ്മള് റെസ്റ്റ് ഇടാൻ സമ്മതിക്കണില്ലല്ലോ. അത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്താ, നമ്മള് മുട്ട എടുത്ത് 2-3 പ്രാവശ്യം കളഞ്ഞപ്പോ പെടപ്രാവളം അവന് കാല് കുഴഞ്ഞതിനുള്ള മരുന്ന് അടുപ്പിച്ചടുപ്പിച്ച് മുട്ടിട്ടില്ലേ? അടുപ്പിച്ചടുപ്പിച്ച് മുട്ടിട്ടിട്ട് ഞാന് ചിലപ്പോ എടുത്ത് കളയും, നീ എടുത്ത് കളയും, അങ്ങനൊക്കെ ആയിട്ട്. ഇത് സിങ്കോവിറ്റിന്റെ കണ്ടാ ചെറിയ ബോട്ടിൽ, നമ്മള് ചെറിയ ബോട്ടിൽ മേടിച്ചിട്ടോ. ഇതിന്റെ വലിയ ബോട്ടിലൊക്കെ കിട്ടൂട്ടോ. സിങ്കോവിറ്റ്. പിന്നെ അതേപോലെ ഒസോമിന്. അതെല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൂടി. അത് ഇത് സിങ്കോവിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. അത് ഹോമൺ ആണ്. ഇത് മിക്സിംഗ് ആണ്, രണ്ടും കൂടി മിക്സ് ചെയ്യാനല്ലേ? രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഒരു കളവില് നമ്മുടെ ഒരു കണ്ണിങ്ങിലിട്ടാ ഓവറാവാൻ പാടില്ല. ഇത് എത്ര പ്രാവുകൾക്കുള്ള? ഇതൊരു 6 പ്രാവിനുള്ളത്. 6 പ്രാവിനുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ കണ്ണിങ്ങിലെടുക്കാൻ. ഓക്കെ. ഇപ്പൊ എത്ര എടുത്തിണ്ടാവും ഏകദേശം? ഏകദേശം എടുത്തിണ്ടാവുക ഇതിലൊരു 1/2 ടീസ്പൂൺ ഒക്കെ എടുത്തിണ്ടാവുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഈ സാധനം കാണിച്ചരാ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള അവിടെ നിന്നോ ശരി, അങ്ങോട്ട് വലിച്ചിട്ടോ കസാല. ഇത്ര ഇതും 1/2 സ്പൂൺ തന്നെ. 1/2-3/4 സ്പൂൺ ഉണ്ടാവും അല്ലേ? അരനുള്ള. എന്നിട്ട് ഇതിൽ കൊടുക്കുക. വെള്ളം ഒഴിക്കണോ അല്ലേ? വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്, ഇത് നമ്മുടെ ചെറിയതാണ്, 2.5 ml ആണ് സിറിഞ്ച്. വെള്ളം 2.5 ml സിറിഞ്ചാണ്. അപ്പൊ ഇതിലൊരു 4 ml കൊടുക്കും. ഒരു പ്രാവിന് 4 ml? അല്ല, 4 സിറിഞ്ച് കൊടുക്കും. അപ്പൊ 2.5 ml വെച്ചിട്ട് 8 ml കൊടുക്കണം. 10 ml. അപ്പൊ 2 വെച്ചിട്ട് ആവുമ്പോ 10 ml. 10 ml ആവും. 4 സിറിഞ്ച് അടിച്ചു കൊടുക്കും. രാവിലെയും വൈകിട്ടും കൊടുക്കണം കേട്ടോ. 2 നേരം ഇതേപോലെ തന്നെ കൊടുക്കണം. 2 നേരം ഇതേപോലെ കണ്ടിന്യൂ. എത്ര ദിവസം കൊടുക്കണം? അത് പ്രാവ് നമ്മള് ഇന്നലെ വീണ പ്രാവ് രാവിലെ കൊടുത്ത് നേരം എണീച്ച് നടക്കാം. പ്രാവിന് അല്ല, അത് ഏകദേശം എത്ര ദിവസം കൊടുക്കണം? ഒരു 5 ദിവസം കൊടുക്കണമെങ്കിൽ അടിപൊളിയായി. പ്രാവ് ഈ 5 ദിവസം കഴിഞ്ഞ പെടപ്രാവ് കിടന്ന് കുറുകി കളിക്കും. കിടന്ന് ചാടി മറിയും കുറുകി. നമ്മള് ഈ പ്രാവാണ് കാല് കുഴഞ്ഞത്. ഇത് കുഴഞ്ഞു അല്ലേ? അത് സെറ്റായി, പ്രാവ് ഉഷാറായി. ഇത് ഒറ്റ ദിവസം കൊണ്ടല്ലേട്ടാ, ഇതിന് 2 ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊടുത്തു. വേറെ വെള്ളപ്രാവാണ് ഇന്നലെ രാത്രി കുഴഞ്ഞത്. നമ്മള് രാവിലെ കൊടുത്ത് ഏകദേശം എണീച്ചടക്കാൻ പറയും. ഇതിന് നമ്മളെങ്ങനെ കൊടുക്കുന്നത് കാണിച്ചു തരാം. നമ്മള് നോണ പറയല്ല, ആരും കൊടുക്കുന്നത് എത്രയാണെന്നുള്ള കറക്റ്റായിട്ട് കാണണല്ലോ. നമ്മള് 4 കൊണ്ട് നമ്മള് 2 എണ്ണം കൊടുക്കുള്ളൂ ചിലർ വിചാരിക്കും. അതല്ല, 4 എണ്ണം പറഞ്ഞ 4 എണ്ണം. 1 2 3 4. പ്രാവിന് ചെറുതായിട്ട് ശരിക്കും കാണിച്ചു കൊടുക്കട്ടോ. അപ്പൊ നമ്മള് 4 സിറിഞ്ച് കൊടുത്ത്, അതായത് 10 ml. 10 ml ഒരു സിറിഞ്ച് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് അടിപൊളിയാവും. ഇത് 4 പ്രാവശ്യം അടിച്ചു കൊടുക്കണം. കൊടുത്ത് നോക്കിക്കോട്ടെ. പ്രാവ് നടക്കുമ്പോ ചെറിയൊരു കൊച്ചലുണ്ടാവട്ടാ. ചെറിയൊരു കൊച്ചലുണ്ട്. കുഴഞ്ഞ പ്രാവല്ലേ? നടക്കാൻ തുടങ്ങി. ഇപ്പൊ ഇത്രയും ആയില്ലേ? പ്രാവ് തീറ്റെടുക്കാൻ തുടങ്ങി. റെഡിയായി. ഇതാണ് ഇന്നലെ കുഴഞ്ഞ പ്രാവ് കുട്ടി. ഇന്നലെ കുഴഞ്ഞല്ലേ? അപ്പൊ ഇതിന് മരുന്ന് കൊടുക്കാൻ പോകണം. അടിഭാഗത്തൊക്കെ ഇറച്ചിണ്ട് കണ്ട. ഇറച്ചിലേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അടിഭാഗം പൊങ്ങിയിട്ടില്ല അല്ലേ? ഇത് ഡൗൺ ആവണേ, മറ്റേ കാൽസ്യം ഡൗൺ ആവണേ. നരമ്പൊക്കെ തളരല്ലേ ഇത് മുട്ടിട്ട്. നമ്മള് ഇത്
കേടില്ലാത്ത പ്രാവുകൾക്ക് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ വിഷയം. വലിയ ഇത് വലിയ കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ലാന്നല്ലേ? തള്ളപ്രാവുകൾക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ അടിച്ചു കൊടുത്താൽ ഉഷാറായിട്ട് നിൽക്കും. ഇനി ഇതിന്റെ കാല് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നടക്കാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ? ചെറുതായിട്ട് നടക്കുള്ളൂ. നല്ല നടന്ന് കാണിച്ചു കൊടുത്തേ. ഇല്ല ഇന്നലെ വീണ് കിടന്ന പ്രാവാ, ചിറകായിട്ട് ഇങ്ങനെ തുഴഞ്ഞ പ്രാവായിരുന്നില്ലേ? ആ ഒന്ന് ഇങ്ങനെയെങ്കിലേ തീറ്റ നമ്മൾ ഊതി കൊടുക്കരുത് കേട്ടോ. അങ്ങോട്ട് പിടിച്ചേ. തീറ്റ വീണ പ്രാവുകൾക്ക് ഒരിക്കലും നമ്മൾ തീറ്റ ഊതി കൊടുക്കരുത്. ഈ മരുന്ന് കൊടുത്തിട്ട് പ്രാവിനെ എണീപ്പിക്കുക. പ്രാവ് തന്നെ കൊത്തി തിന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കും. തീറ്റ ഊതി കൊടുത്താൽ പ്രാവ് പടാം. പടായി കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിക്കർ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കൂട്ടിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഇന്നത്തെ പ്രാവ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം നമുക്ക് ഓർമ്മയിൽ മാത്രം. അപ്പൊ അതിന് ഊതി കൊടുക്കാൻ നിൽക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പ്രാവിനെ ഈ മരുന്ന് അടിച്ച് എണീപ്പിക്കുക. തന്നെ കൊത്തി തിന്നാൻ തുടങ്ങുമ്പോൾ വേത്തി പിടിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നല്ലൊരു അറിവാട്ടാ. ഓക്കെ. പിന്നൊരു കാര്യം, ഞാൻ വ്യാഴാഴ്ച പോവുകയാണ്. ഗൾഫിൽ പോവാണല്ലേ? 12-ാം തീയതി വൈകിട്ട് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ അവിടെ പോയി പ്രാവൊന്നുമല്ല, അവിടെ മീന്റെ പരിപാടിയാ. ഹാമോറ് അതിന്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ഇടണം. അങ്ങനെയുള്ള പരിപാടികളാണ് നമുക്ക് ഇടണം. അതിന്റെ വീഡിയോസ് ഞാൻ നിനക്ക് അയച്ചുതരാം. നീ രജിസ്റ്റർ തുടങ്ങിയിട്ട് ആ പരിപാടി അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ബൈ.